ഇനി ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കാരണം BJPയും AAPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം. അങ്ങനെ ഒരു മത്സരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് രണ്ട് പാർട്ടികളും മുന്നോട്ട് പോകുന്നത്. ഇനി ആ തെരഞ്ഞെടുപ്പിന്റെ ഭാവി എന്തായിരിക്കും? ആർക്കാണ് അധികാരത്തിൽ വരാൻ കൂടുതൽ സാധ്യത? ഈ ഡൽഹിയിൽ ഇപ്പോൾ കൊടും തണുപ്പാണ്, അതിനോടൊപ്പം തന്നെ തിളച്ചു മറിയുകയുമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി ഒരു തനിയാവർത്തനത്തിന് ശ്രമിക്കുകയാണ്. അതായത് മൂന്നാം വട്ടം 2015 അവർ ആദ്യം അവിടെ അധികാരത്തിൽ വരുന്നത്. പിന്നീട് 2020-ലും 25-ൽ തുടരുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ ഭാരതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മദ്യനയ അഴിമതി കേസ്, അതിനകത്ത് ഡൽഹി തിഹാർ ജയിലിൽ കഴിയേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാളിന്. ഭരണത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് മുതലെടുത്തുകൊണ്ടാണ് BJP ഇപ്പോൾ അങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനമാണ്. BJPക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഡൽഹി പിടിച്ചടക്കണം. ഭാരതം മുഴുവൻ BJPയുടെ കൈകളിലേക്ക് വരുമ്പോൾ രാജ്യ തലസ്ഥാനം അത് വേറൊരു പാർട്ടിയിലിരിക്കുമ്പോൾ അതൊരു ചെറിയൊരു അഭിമാനക്ഷതം പോലെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇതാണ് പറ്റിയ അവസരം എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന എന്താണ്, അവർ ഇപ്പോൾ അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത്, പലരും ചോദിക്കും ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരം എന്ന് പറയാനില്ല. കോൺഗ്രസ് ഒന്നും അവിടെ ഇല്ല. 2015 മുതലും 2020-ലും കോൺഗ്രസ് സംപൂജ്യരാണ് ഡൽഹിയിൽ. അപ്പോൾ പിന്നെ 25-ലെ സ്ഥിതി പറയണ്ടല്ലോ. യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. 15-ൽ നിന്നും 20-ലെത്തിയപ്പോൾ പോലും കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം ഡൽഹിയിൽ കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ദേശീയ തലത്തിൽ പോലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം അവിടെ ഇല്ല, ഡൽഹിയിലില്ല. തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാളും തൃണമൂലില് മമതയും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ അല്പം വിയോജിപ്പും ഒക്കെ പ്രകടിപ്പിച്ചു നിന്നവരാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരൊന്നിച്ച് നിന്നു. അതിൻ്റെ ഒരു ചെറിയ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ഇവിടെ ഡൽഹിയിൽ അതില്ല. സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിൻ്റെ NCPയും ആം ആദ്മിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടത് സഖ്യമാകട്ടെ 12 സീറ്റിൽ തനിച്ച് മത്സരിക്കുന്നു. അപ്പോൾ ത്രികോണ മത്സരം അരങ്ങേറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പൊതുവിൽ ആം ആദ്മിയും BJPയും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുക, 2015 അവിടെ ഈ ആം ആദ്മിയുടെ ആദ്യ ഇടമാണല്ലോ ഡൽഹി. അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് മറ്റു പലയിടങ്ങളിലേക്കും മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പതനം അവിടെ സംഭവിക്കുകയും ആം ആദ്മി അധികാരത്തിൽ വരികയും ചെയ്തു. ആം ആദ്മി അധികാരത്തിൽ വരുന്നത് മുഴുവൻ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. ഡൽഹി ദീർഘകാലം അവരുടെ കുത്തകയല്ലായിരുന്നു, അവിടുന്ന് തൂത്തെറിയുകയാണ് ചെയ്തത്. 2015 കണ്ടത് നോക്കിയേ, ആം ആദ്മിക്ക് 70 സീറ്റിലുടത്ത് ആം ആദ്മിക്ക് 67 സീറ്റ്, അതായത് 54.6% വോട്ട്. BJP അന്ന് നേടിയത് 3 സീറ്റാണ്, 32.8% വോട്ട്. കോൺഗ്രസിന് സീറ്റില്ല, കിട്ടിയ വോട്ടോ 9.7%. പിന്നെ മറ്റുള്ള അവർക്കാർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. മറ്റുള്ളവര് 2.9% വോട്ട് നേടി. ഇനി 2020-ലേക്ക് വരിക. അവിടെ വരുമ്പോൾ ആം ആദ്മിക്ക് 62 സീറ്റ്. നോക്കണം, 15-ൽ 67 സീറ്റിൽ നിന്ന് ആം ആദ്മി 62 സീറ്റിലേക്ക് കുറഞ്ഞു. അപ്പോൾ 5 സീറ്റിന്റെ കുറവുണ്ടായി. വോട്ട് ശതമാനം 53.6% വോട്ടിലെത്തി. BJP 2015-ൽ 3 സീറ്റ്, 20-ലെത്തുമ്പോൾ 8 സീറ്റിലെത്തി, 32.5% വോട്ട് നേടി. കോൺഗ്രസ് 2015-ലെ സ്ഥിതി തന്നെ തുടർന്നു, സീറ്റില്ല.
അവരുടെ പിന്നെ വോട്ട് ശതമാനം എത്രയാണ്? വളരെ ദയനീയമാണ്. 2015 9.7 നേടിയെങ്കിൽ 2020 വന്നിട്ട് 4.3% വോട്ട്. കോൺഗ്രസിന്റെ ദയനീയമായ തോൽവി. മറ്റുള്ളവർക്ക് 2015 പോലെ തന്നെ സീറ്റില്ല. അവരുടെ വോട്ട് ശതമാനം 3.6%, ഒരല്പം വർധനവുണ്ടായി. 15-ൽ 2.9% അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പയ്യെയാണ് കയറി വരുന്നത്. ദേശീയ തലത്തിൽ തന്നെ നമ്മൾക്കറിയാം അവരുടെ മുന്നേറ്റം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെയാണ്. അങ്ങനെയാണല്ലോ അവർ ഇന്ത്യ പിടിച്ചെടുത്തത്. അത്തരത്തിലുള്ള ഒരു വർക്കാണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ പാർട്ടിയെ തകർച്ചയിലേക്ക് നയിക്കുകയും ആം ആദ്മിക്ക് അല്ലേ, ആ ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഡൽഹിയിൽ അവർക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പഞ്ചാബിലേക്കായാലും മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ കടന്നു കയറാൻ ശ്രമിച്ചു. ബംഗാളിൽ അവർ മത്സരിച്ചു, ത്രിപുരയിൽ മത്സരിച്ചു. ഇനി അങ്ങോട്ടുള്ള ഒരു പടർന്നു പന്തലിക്കൽ ആം ആദ്മിക്ക് ഉണ്ടാകത്തില്ല. ഇവർ ഗോവയിലേക്ക് പണം ഉപയോഗിച്ചു. അതിനുവേണ്ടിയാണ് മദ്യനയത്തിൻ്റെ അഴിമതി നടന്നത് എന്ന് വ്യക്തമായി തെളിവുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയത്. ഗോവയിലേക്കാണ് ആ പണം മുഴുവൻ ഒഴുകിയത്. ഗോവ പിടിച്ചടക്കാമെന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി. ഇവരുടെ വിചാരം ഡൽഹി പോലെ ഗോവയും കൈക്കുമ്പിളിലാക്കാം എന്നുള്ളത്. അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ എല്ലാവരും അങ്ങ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയില്ലേ. അദ്ദേഹം 33.6%, 33.6 കോടിയുടെ വീടാണ് ഡൽഹിയിൽ പണിതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കള്ളപ്പണത്തിന്റെ ഇടം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ കേജ്രിവാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ അങ്ങ് പിടിച്ചെടുക്കും, അഴിമതിക്കെതിരെ പൊരുതുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ അങ്ങ് ധരിച്ചു. ചൂൽ ഇവരുടെ ചിഹ്നമാക്കിക്കൊണ്ട് തൊപ്പിയിട്ടു അല്ലേ. സാധാരണ തോറ്റു തൊപ്പി ഇടുക എന്നാണ് നമ്മൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും ജയിച്ചതിന് ശേഷം തൊപ്പി വെച്ചവരാണ് ഇവര്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർക്ക് ക്ഷീണം നേരിട്ടിരിക്കുകയാണ്. ഈ കടുത്ത മത്സരമാണ്. BJPയുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ പോകുമ്പോൾ ഇവർക്ക് കാലിടറുമോ എന്നാണ് അറിയേണ്ടത്. ഇനി 2019 ഇത് കൂടെ നമ്മൾ നോക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ സ്ഥിതി 7 സീറ്റാണ്. 7 സീറ്റിൽ 2019 BJP 7 സീറ്റും നേടി. ആം ആദ്മിക്ക് അവിടെ സീറ്റില്ല. BJPക്ക് 56.9% വോട്ട്, ആം ആദ്മിക്ക് 22.6% വോട്ട്. കോൺഗ്രസിന് സീറ്റില്ല. കോൺഗ്രസ് 2015 മുതലേ അവിടുന്ന് തൂത്തെറിഞ്ഞിരിക്കുകയാണ്. പിന്നെ അന്ന് കോൺഗ്രസിന് കിട്ടിയ വോട്ട് ശതമാനം 18.2%. മറ്റുള്ളവർക്കും സീറ്റില്ല, അവരുടെ 2.3% വോട്ട്. ഇനി 2024 ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അത് തുടർന്നു. 7 സീറ്റും അവർ നിലനിർത്തി. പക്ഷെ അവർക്ക് അവിടെ വോട്ട് ശതമാനം അല്പം കുറവ് സംഭവിച്ചു. 56.9% ആയിരുന്നു 2019 24 വന്നപ്പോൾ 53.3%-ലെത്തി. ആം ആദ്മിക്ക് സീറ്റില്ലാതായി. പഴയതുപോലെ തന്നെ അവർക്ക് 24.2% വോട്ട് ലഭിക്കുകയും ചെയ്തു. 22.6% ആയിരുന്നു 19. കോൺഗ്രസിന്റെ പഴയ സ്ഥിതി തുടർന്നു. അവർക്ക് സീറ്റില്ല. 18.9% വോട്ട് നേടി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറവ് സംഭവിച്ചു. മറ്റുള്ളവർക്കും സീറ്റില്ല. അവർ 2.6% വോട്ട് നേടി. 2.3% ആയിരുന്നു 15-ൽ. 24 വന്നപ്പോൾ 2.6% ആയി മാറുകയും ചെയ്തു. ഇവരിപ്പോൾ അവിടെ ആകെ അങ്ങ് സൗജന്യ പെരുമഴ. പലരും വിചാരിക്കുന്നുണ്ട് BJP വന്നു കഴിഞ്ഞാൽ ഈ സൗജന്യ പെരുമഴ, ഈ കേജ്രിവാൾ നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ ഇല്ലാതാക്കുമോ? BJP എടുത്തു പറയുന്നുണ്ട്, ഒരു സൗജന്യം, ഒരു ആനുകൂല്യങ്ങളും നിർത്തലാക്കത്തില്ല. എല്ലാ ആനുകൂല്യങ്ങളും തുടരും. അതിനോടൊപ്പം പുതുതായി പല ആനുകൂല്യങ്ങളും ഉണ്ടാകും. മുതിർന്ന പൗരർക്കുള്ള പെൻഷൻ 2000 രൂപയിൽ നിന്ന് 2500 വർദ്ധിപ്പിക്കും. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 10 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സയും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാസം 2100 രൂപയാണ് ആം ആദ്മി പറഞ്ഞിരിക്കുന്നത്.
അത് 2500 ആക്കുമെന്ന് BJPയുടെ വാഗ്ദാനമുണ്ട്. പിന്നെ ഗർഭിണികൾക്ക് 21,000 രൂപയുടെ സാമ്പത്തിക സഹായവും 6 പോഷകാഹാര കിറ്റും നൽകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹിയിൽ സൗജന്യ പെരുമഴയുടെ വാഗ്ദാനവും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുമ്പോൾ BJP അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് അവർ വിജയത്തിലേക്ക് തന്നെ കുതിക്കുകയാണ്. ആം ആദ്മിയുടെ ഭാവി ഇവിടെ തീർച്ചപ്പെടുത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.